ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ന് നിർണായകമായ മത്സരമാണ്. ഫൈനൽ ആരാകും ഇന്ത്യയുടെ എതിരാളി എന്ന് ഇന്ന് അറിയാൻ കഴിയും. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്പോർട്സ് ഡെസ്കിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വിശദമായി തന്നെ എന്തായിരിക്കാം ഇന്നത്തെ സാധ്യതകൾ എന്നുകൂടി പരിശോധിക്കാം. രജിൽ രാജ് ചേരുന്നുണ്ട്. രജിൽ, ഇന്നലത്തെ മത്സരമൊക്കെ കഴിയുമ്പോൾ ഏകദേശം എന്തായാലും ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ഫൈനൽ മത്സരമാണ്. ആ ഫൈനൽ മത്സരത്തിലേക്ക് ആരാകും എതിരാളി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് ഒരു ചോദ്യം, തീർച്ചയായും അതിൻ്റെ ഉത്തരം പാകിസ്ഥാൻ ആകണം എന്ന് തന്നെയായിരിക്കാം, അല്ലേ? പാകിസ്ഥാൻ തന്നെ ആകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സാധ്യതകൾ രണ്ടും നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. രണ്ട് രാജ്യങ്ങളുടെയും സാധ്യത എന്താണ് റിജിൽ മനസ്സിലാക്കുന്നത്? ഒരിക്കൽ കൂടി ഇന്ത്യ പാക് പോരാട്ടം അത് ഫൈനലിലാവുമ്പോൾ എന്തായാലും ആവേശം ഇരട്ടിക്കും. അങ്ങനെ ഒരു മത്സരത്തിന് തന്നെയായിരിക്കും ആരാധകർ എന്തായാലും കാത്തിരിക്കുന്നത്. അത് ഇന്ന് അറിയാൻ കഴിയും. ബംഗ്ലാദേശും പാകിസ്ഥാനും 8 മണിക്ക് മത്സരം തുടങ്ങും. ഈ മത്സരത്തോടു കൂടി തന്നെ ആരാകും ഞായറാഴ്ച ഇന്ത്യയുടെ എതിരാളിയായിട്ട് എത്തുക എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും സൂപ്പർ 4-ലും അതിന് തൊട്ട് മുൻപ് ഗ്രൂപ്പ് ഘട്ടത്തിലും 2 തവണയും പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ വരുന്നത്. അങ്ങനെ ഒരു അപരാജിത കുതിപ്പായിരുന്നു ഇന്ത്യയുടേത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളവും ഈ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. സൂപ്പർ 4-ൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ശ്രീലങ്ക ഇതിനോടകം തന്നെ പുറത്തായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി അറിയാനുള്ളത് എതിരാളി ആരായിരിക്കും. നമ്മളെ സംബന്ധിച്ച്, ആരാധകരെ സംബന്ധിച്ച് ഒരു ഇന്ത്യ പാക് പോരാട്ടം കൂടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആകുമ്പോൾ അത്രേ ആവേശം എന്റെ അതേ ഒപ്പീനിയൻ ആണോ? പാകിസ്ഥാൻ തന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഫൈനലിൽ വരുമ്പോൾ എന്തായാലും അത്ര വലിയ ആവേശം ഉണ്ടാവും. സാധാരണ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു വലിയ പോരാട്ടം നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു രണ്ട് ടീമിന്റെ കൂടെ ഒരു സ്ട്രക്ചറും അവരുടെ ഈ പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് ടീമിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ പിറകോട്ട് പോയിരുന്നെങ്കിൽ ബംഗ്ലാദേശ് പരാജയപ്പെടും, അല്ലെങ്കിൽ പാകിസ്ഥാന് മുൻതൂക്കമുണ്ടെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാൻ്റെ ഒക്കെ മത്സരം ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കളി ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ പ്രവചിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ ദിവസം ഏത് ടീമിനെ തോൽപ്പിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഏത് ടീമിനെ പരാജയപ്പെടുത്തുകയും. പാകിസ്ഥാൻ ടീമിൽ കാരണം ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങൾ അപ്പോൾ തീർച്ചയായും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഫൈനലിലേക്ക് എത്തുക തന്നെ വേണം. അങ്ങനെ നോക്കുമ്പോൾ മാറ്റങ്ങൾ പാകിസ്ഥാൻ ടീമിൽ കാണുന്നുണ്ടോ? വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇന്ത്യയുമായിട്ടുള്ള മത്സരം കഴിഞ്ഞ് ഒരു വിശ്രമിക്കാനുള്ള ഇടവേള പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി 11 മണിക്കാണ് മത്സരം ഏതാണ്ട് അവസാനിക്കുന്നത്. അത് ഇന്ന് വീണ്ടും മത്സരത്തിന് ഇറങ്ങേണ്ടി വരുന്ന ഒരു വിശ്രമ വേള പോലും കിട്ടാതെയാണ് അവർ വരുന്നത്. പക്ഷേ പാകിസ്ഥാൻ അത് കിട്ടിയിട്ടുണ്ട്. ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയായിട്ട് അവർ വരുന്നത്. തീർച്ചയായും നമുക്ക് എന്തായാലും കാത്തിരിക്കാം രാത്രി 8 മണി വരെ. കാരണം നമ്മുടെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്നുള്ളത്. അപ്പോൾ രണ്ട് ടീമിനെയും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. മത്സരം വീറും വാശിയും നിറഞ്ഞതാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.